നല്ല മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയത്ത് നല്ല ചൂട് കഞ്ഞി കുടിക്കാനായിട്ട് നമുക്കൊരു ഉണക്കമീൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് മാന്തളാണ് കേട്ടോ. അപ്പം മാന്തൾ നമുക്ക് നന്നായി കഴുകി തൊലിയൊക്കെ പൊളിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാന്തൾ ഓരോ പീസായി ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാന്തൾ ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്രൈങ് പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക് കീറിയത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം വേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഈ രണ്ടും വറുത്ത് കോരിയതിന് ശേഷം പിന്നെയും ഫ്രൈങ് പാൻ വെച്ച് നമുക്ക് അതിനകത്ത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് വഴറ്റിയെടുക്കാം. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഉണക്കമീനിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഒരുപാട് ചേർക്കാൻ നിൽക്കണ്ട. ഇനി ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മാന്തളും പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്.